ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മെഴുക്കുപുരട്ടിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിലാണ് കൂർക്ക ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോടൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിച്ചത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 2-3 വറ്റൽ മുളക് ചെറുതായിട്ട് കീറിയതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈങ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കൂർക്കയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂർക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണയോടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടി കേട്ടോ. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റുവാണേ. നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ്. താങ്ക് യു.